ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപനെ മാർക്കോ ഇഞ്ചി പരിവാക്കി പോയ കാരണം ആ ദേഷ്യം മുഴുവൻ മോഹിനിയോട് പ്രതാപൻ തീർക്കുകയാണ് കേട്ടോ. പിന്നീട് ആനന്ദവും കണ്ണനും കൂടി വീട് മുഴുവൻ അടിപൊളിയാക്കുകയാണ് കേട്ടോ. പൂവും ബലൂണും എല്ലാം വെക്കുകയാണ്. കാരണം കുഞ്ഞിൻ്റെ നൂല് കെട്ടല്ലേ. അത് അനന്തും ഇങ്ങനെ ഭയങ്കര ഉത്സാഹത്തോടെ ചെയ്യുന്നത് കാണുമ്പോൾ കണ്ണൻ പറയുന്നു, വേണ്ടടാ, കൂടുതലൊന്നും വേണ്ട, നമുക്കൊരു ലളിതമായ രീതിയിൽ പോയാൽ മതി പറയും. നീ അങ്ങനെ അത്രയും മിണ്ടാതിരിക്കും, നമുക്ക് ആ കൂടി ഒരു കുഞ്ഞേ ഉള്ളൂ, അത് നമുക്ക് അതിഗംഭീരമാക്കണം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതേസമയം ലേഖയും മഹാലക്ഷ്മിക്കും ഭയങ്കര പേടിയാണ്. കാരണം പുറത്തിരിക്കുന്നത് ശത്രുക്കളാണ്. അവർ തക്കം പാർത്ത് നിൽക്കുകയാണ് കഴുകനെ പോലെ. എന്തും സംഭവിക്കാം ഏത് സമയത്തും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതേസമയം ആനന്ദവും കണ്ണനും പറയുന്നുണ്ട്, ഇനിയൊന്നും ആരുമില്ല, അവരെന്തായാലും മാറില്ല, ഇനി എന്തും നമ്മളോടും നമ്മുടെ കുഞ്ഞിനോടും ഒന്നും ചെയ്യാൻ അവർ തുണിയില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് ഉണ്ണിയും കരുണയും കൂടിയിട്ട് ഭയങ്കര പദ്ധതികൾ തയ്യാറാക്കണം കേട്ടോ. ഉണ്ണിക്ക് മനസ്സിലാവുകയാണ്, കാരണം കരുണ വെറും അഭിനയമാണ് എന്നുള്ളത്. കരുണ എങ്ങനെയെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ മഹിക്കും കുഞ്ഞിനുമെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയണം. അതേസമയം ഉണ്ണിയും കരുണയും കൂടി സംസാരിച്ചതിന് ശേഷം കരുണ പറയണം, എന്തായാലും ശരി, ഞാൻ അവളെ ഒന്ന് പോയി കാണട്ടെ, എന്തായാലും ഞാൻ ഇന്ന് മുതൽ നാടകം ആരംഭിക്കുകയാണെന്ന് ഉണ്ണിയോട് പറയണം കേട്ടോ. ഉണ്ണിയാണെങ്കിൽ വേണ്ടതുപോലെ സമ്മതവും കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് നൂലുകെട്ടിൻ്റെ കാര്യം ഇതെല്ലാം കഴിയുമ്പോൾ മാർക്കോ അദൃശ്യ ശക്തിയുള്ള ആ അമ്മയെ കണ്ടിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. എനിക്ക് ആകെ മൊത്തം പേടിയാണ്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയോ എന്നുള്ളതാണ് എൻ്റെ പേടി എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല, അത് അത്രയ്ക്ക് ശക്തിയുള്ള കുഞ്ഞാണ്, അതുകൊണ്ട് നമുക്ക് ആ കാര്യം മൗലാജിക്ക് പേടിക്കേണ്ട. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എനിക്കറിയാനൊരു വിഷമം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. പക്ഷേ ആ ശക്തിയുള്ള അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേടുണ്ട്. അത് നമ്മുടെ കരുണയാണ്. കരുണ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മഹിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മഹി സന്തോഷത്തോടെ ഇരിക്കുന്നത് കരുണയ്ക്ക് കാണാൻ പാടില്ല. അങ്ങനെ കരുണ പോയിട്ട് അനന്തുൻ്റെ ലേഖയുടെ വീട്ടിലേക്ക് വാതിൽ തുറന്ന് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം കരുണ ഒരിക്കലും നേരാകില്ല, ഉണ്ണി ഒരിക്കലും നേരാകില്ല. കരുണയും ഉണ്ണിയെയും എന്നാണോ കണ്ണൻ അവിടെ നിന്ന് മടിച്ചിറക്കുന്നത് അന്ന് മാത്രമേ അവർക്ക് നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.